അത് ശ്രീ പി വി അൻവറിന്റെ വീട്ടിൽ മുൻപ് CPM നേതാക്കന്മാർ പോയ അനുഭവത്തിന്റെ അടിസ്ഥാനത്തിലായിരിക്കും പറഞ്ഞത് അവിടെ പോകുന്നവരൊക്കെ കാല് പിടിക്കാൻ വേണ്ടിയിട്ടാണ്. അങ്ങനെ രാഷ്ട്രീയത്തിൽ അങ്ങനെ എന്തിനാ കാല് പിടിക്കുന്നത്? ഞങ്ങൾക്കാർക്കും അങ്ങനെ ഒരു പാരമ്പര്യമില്ല. അപ്പൊ ശ്രീ പി വി അൻവറിന്റെ വീട്ടിൽ മുൻപ് പോയിട്ടുള്ള ആളുകളെല്ലാം കാല് പിടിക്കാൻ വേണ്ടിയിട്ടാണോ പോകുന്നത്? അങ്ങനെയാണോ? അതാണോ അവരുടെ ശീലം? അതായത് പി വി അൻവറിന്റെ വീട്ടിൽ ഞാൻ പോയിട്ട് സംസാരിച്ചത് എന്താണെന്ന് ശ്രീ എം സ്വരാജ് കണ്ടിട്ടില്ല. അപ്പൊ ശ്രീ എം സ്വരാജിന്റെ ആ പാർട്ടിയുടെയും ശീലം പി വി അൻവറിന്റെ വീട്ടിൽ പോയ ഉടനെ കാല് പിടിക്കുക എന്നുള്ളതാണോ? എനിക്കറിയില്ല. ഞങ്ങളാരും ഒരാളുടെ വീട്ടിൽ പോകുന്നത് കാല് പിടിക്കാൻ വേണ്ടിയിട്ടുള്ള പിൻവാങ്ങാൻ ഇനി ഒരു ചർച്ച അങ്ങോട്ടേക്ക് വേണ്ട, അവർ തീരുമാനം പറയട്ടെ, അതായത് സ്ഥാനാർത്ഥിയെ പിന്തുണയ്ക്കട്ടെ, അപ്പോൾ കാര്യങ്ങൾ ആലോചിക്കാം, അങ്ങനെ ഒരു തീരുമാനമെടുത്തതാണ്. പക്ഷേ അതിനിടയിൽ ഇങ്ങനെ രാഹുൽ മാങ്കൂട്ടത്തിൽ പോകുമ്പോൾ അത് പ്രവർത്തകരുടെ വികാരം. പ്രവർത്തകന്റെ ഞാനൊരു അടിസ്ഥാനപരമായ പ്രവർത്തകനാണല്ലോ. ഈ പിണറായിസത്തിന്റെ എല്ലാ തോന്നിവാസങ്ങളും നേരിട്ട് അനുഭവിച്ച ഒരു പ്രവർത്തകനാണല്ലോ. അത്രയും അനുഭവിക്കേണ്ടി വന്ന ഇപ്പം ഏറ്റവും ഒടുവിൽ ഞാൻ മലപ്പട്ടത്ത് പോകുമ്പോൾ എന്താണ് അവസ്ഥ? എല്ലാ കാലത്തും പ്രവർത്തകനോടൊപ്പം നിൽക്കുന്ന, പ്രവർത്തകനായി നിൽക്കുന്ന ഒരാൾ, പ്രവർത്തകനോടൊപ്പം നിൽക്കുന്നു എന്ന് പറയുന്ന വാക്ക് അതിശക്തിയായി പോകും. ഞാനൊരു പ്രവർത്തകനാണ്. ആ വികാരമെല്ലാം എനിക്കറിയാം. അതുകൊണ്ട് തന്നെയാണ് പിണറായിസത്തിനെതിരായിട്ട് അയാൾ സംസാരിച്ചിട്ട് അയാൾ ഇപ്പോൾ എന്താ ചെയ്തുകൊണ്ടിരിക്കുന്നത്? ശ്രീ പി വി അൻവർ പിണറായിസത്തിനെതിരായിട്ട് സംസാരിച്ചിട്ട് അദ്ദേഹത്തിന്റെ ട്രാക്കാണ് മാറിപ്പോയിക്കൊണ്ടിരിക്കുന്നത്. ഞാൻ അദ്ദേഹത്തോട് പറഞ്ഞത്, ഞാൻ അദ്ദേഹത്തോട് പോയിട്ട് നിങ്ങളുടെ കണ്ടീഷനുകളെല്ലാം ഞങ്ങൾ കേൾക്കാം, കേൾക്കാൻ വേണ്ടി വന്നിരിക്കുകയാണ് എന്നൊന്നുമല്ലോ ഞാൻ പറഞ്ഞത്. നിങ്ങളുടെ ട്രാക്ക് ശരിയല്ല, നിങ്ങൾ അതിവൈകാരികമായിട്ടാണ് തീരുമാനങ്ങൾ എടുക്കുന്നത്, അത് ശരിയല്ല എന്നാണ് അദ്ദേഹത്തോട് പറഞ്ഞത്. ലീഡർഷിപ്പ് ഒരു നിലപാടെടുത്തത് ഇനി അദ്ദേഹം പറയട്ടെ എന്നുള്ളതാണ്. പക്ഷെ അതിനിടയിൽ രാഹുൽ പോകുമ്പോൾ സ്വാഭാവികമായിട്ട് അതിന്റെ ഗുണം കിട്ടുന്നത് അൻവറിനാണല്ലോ. കാരണം വീഡിയോ വളരെ കൃത്യമായി പറഞ്ഞു, ഇനി അദ്ദേഹം നിലപാട് പറയട്ടെ, അതിനുശേഷമേ ഉള്ളൂ ചർച്ച. അല്ല, ഒരു കാരണവശാലും ഞാൻ പറഞ്ഞല്ലോ, മുന്നണി പ്രവേശനവുമായി ബന്ധപ്പെട്ടോ ശ്രീ പി വി അൻവർ ഉന്നയിച്ച ഏതെങ്കിലും ഡിമാൻഡുമായി ബന്ധപ്പെട്ടോ പോയി കാണുമ്പോഴാണ് നിങ്ങൾ പറഞ്ഞ കാര്യങ്ങളെല്ലാം ബാധകമാകുന്നത്. ഞാൻ പറഞ്ഞല്ലോ, പിണറായിസത്തിനെതിരായിട്ട് സംസാരിച്ച ഒരാളെന്ന നിലയിൽ ആ പിണറായിസത്തിന്റെ എല്ലാ തിക്താനുഭവങ്ങളും അനുഭവിക്കേണ്ടി വന്നൊരു കോൺഗ്രസ് പ്രവർത്തകൻ എന്ന നിലയിൽ ഞാൻ ചെയ്ത തെറ്റെന്താണ്? എന്നെ എന്തിനാണ് 4 തവണയായിട്ട് 40 ദിവസം ജയിലിൽ പിടിച്ചിട്ടത്? ഈ നാട്ടിൽ സമരം ചെയ്യുന്ന ആദ്യത്തെ ആൾ ഞാനാണോ? അതോ എന്റെ സമരത്തിൽ ഏതെങ്കിലും അക്രമമോ കൊലപാതകമോ ഉണ്ടായോ? എന്തുകൊണ്ടാണ്? ആ പിണറായിസത്തിനെതിരായിട്ട് സംസാരിക്കാൻ ഒരാളും പാടില്ല. സംസാരിച്ചാൽ ഇതാണ് ശിക്ഷ എന്ന തലത്തിൽ ആക്രമിക്കപ്പെടുന്ന ഒരു കാലമാണിത്. എങ്ങനെയാണ് മാധ്യമപ്രവർത്തകർക്കെതിരായിട്ട് വാർത്ത കൊടുത്തതിന്റെ പേരിൽ ഗൂഢാലോചന കേസെടുത്തിട്ടുള്ള ഏതെങ്കിലും സാഹചര്യം ഇതിനു മുൻപ് കേരളത്തിൽ ഉണ്ടായിട്ടുണ്ടോ? ഞാൻ പറഞ്ഞല്ലോ, തെരഞ്ഞെടുപ്പിന്റെ വിജയത്തെ പറ്റിയിട്ടുള്ള ആശങ്കയിലല്ല സംസാരിക്കുന്നത്. അത് പറഞ്ഞല്ലോ, പിണറായിസത്തിനെതിരായിട്ട് അവരുടെ ഒരു MLA സംസാരിച്ചതാണ്. പിണറായിസത്തിനെതിരായിട്ട് അവരുടെ ഒരു MLA സംസാരിച്ച ആള് ആ ട്രാക്കിൽ നിന്ന് മാറുന്നു. പറഞ്ഞാൽ അയാൾ പിണറായിസത്തിനെതിരെ സംസാരിക്കുന്ന നിർത്തിയെന്നല്ല, അദ്ദേഹത്തിന്റെ ട്രാക്ക് മാറുന്നു എന്നുള്ളത് കൊണ്ടാണ് അതിനോട് സംസാരിച്ചത്. അതിനോട് ഞാൻ പറഞ്ഞല്ലോ ശ്രീ VD സതീശനെതിരായി സംസാരിച്ചപ്പോ, ശ്രീ KC വേണുഗോപാലിനെതിരായി സംസാരിച്ചപ്പോ, കോൺഗ്രസിനെതിരായി സംസാരിച്ചപ്പോ, ശ്രീ പി വി അൻവറിനെതിരായിട്ട് ഏറ്റവും ശക്തമായി സംസാരിച്ചിട്ടുള്ള ആളാണ് ഞാൻ. ശ്രീ പി വി അൻവറിന്റെ ഫേസ്ബുക്ക് വോളിൽ പോയി കഴിഞ്ഞാൽ അദ്ദേഹം ഏറ്റവും അധികം ഫേസ്ബുക്കിൽ എതിരായി സംസാരിച്ചിട്ടുള്ള ഒരാൾ ഞാനായിരിക്കും. അദ്ദേഹത്തിന്റെ ഫേസ്ബുക്ക് വാളിൽ പോയി കഴിഞ്ഞാൽ ഏറ്റവും കൂടുതൽ അദ്ദേഹത്തിന്റെ ഫേസ്ബുക്കിലെ പോസ്റ്റുകളൊന്നും എനിക്കെതിരായിട്ടുള്ളതായിരിക്കും. ഞാൻ പറയട്ടെ. അല്ലല്ല, എന്റെ പൊന്നു സഹോദര, നിങ്ങളൊരു ചോദ്യം ചോദിച്ചല്ലോ, എനിക്കൊരു മറുപടി പറയാനുള്ള ഒരു സമയം കൂടെ നിങ്ങൾ തരും. അപ്പൊ ഞാൻ പറഞ്ഞത് അതിനോടൊക്കെ എനിക്ക് വിയോജിപ്പാണ്. നമുക്ക് പി വി അൻവറിനോടുള്ള, എനിക്ക് വ്യക്തിപരമായി, മുന്നണിയുടെ കാര്യമൊന്നുമല്ല ഞാൻ പറയുന്നത്, പി വി അൻവറിനോടുള്ള വ്യക്തിപരമായ ഏക യോജിപ്പ് പിണറായിസത്തിനെതിരെ സംസാരിക്കുന്നു എന്നുള്ളതാണ്. ആ പിണറായിസത്തിനെതിരായി സംസാരിക്കുന്നയാളോട് നിങ്ങൾ അതിവൈകാരികമായിട്ടല്ല കാര്യങ്ങളിൽ തീരുമാനമെടുക്കേണ്ടത് എന്നതല്ലാതെ ഒരു വാക്യം പറഞ്ഞിട്ടില്ല. മത്സരിക്കാൻ സന്നദ്ധത അറിയിക്കുകയും നേതൃത്വമൊക്കെ തയ്യാറെടുപ്പ് നടത്തി. അപ്പൊ പിന്നെ അവിടെ ഒരു അനുരഞ്ജനത്തിന് സാധ്യതയില്ല. അനുരഞ്ജനത്തിന് പോയാലല്ലേ അതിന്റെ സാധ്യതയില്ലായ്മയുടെ പ്രശ്നമുള്ളൂ. ഞാൻ പറഞ്ഞല്ലോ, നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പിൽ പി വി അൻവർ മത്സരിക്കണമെന്നോ മത്സരിക്കണ്ട എന്നോ, പി വി അൻവർ UDFിലേക്ക് വരണമെന്നോ വരണ്ടായെന്നോ എന്നുള്ളതല്ല എന്റെ പോയിന്റ്. ഞാൻ പറഞ്ഞല്ലോ, എന്റെ പോയിന്റ് ഇത്രയേ ഉള്ളൂ. പിണറായിസത്തിനെതിരായി സംസാരിക്കുന്ന ഒരാൾ, അതിന്റെ തിക്ത ഫലങ്ങൾ അനുഭവിച്ച ഒരാളെന്ന നിലയിൽ ആ ലൈനിനകത്ത് മാറ്റമുണ്ടാകുന്നത് അതിവൈകാരികമാണ് എന്ന് അദ്ദേഹത്തോട് പറയണമെന്ന് തോന്നി പറഞ്ഞു. അത്